ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയേക്കുന്നത് കന്യാകുമാരിയിലാണ്. കുറേ നാളായി നമ്മൾ വിചാരിക്കുന്ന കന്യാകുമാരിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ അത് ഇന്നാണ് നമുക്ക് സാധിച്ചത് കേട്ടോ. കുറേ നാളായി നമ്മൾ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്, ഒരു 4 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. അത് ഈ പ്രാവശ്യവും പോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. വഴിയെ പറയാം ഏത് സ്ഥലത്താണ് നമുക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് കുറേ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും മനോഹരമാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല വൈബായിരുന്നു അവിടെ. വെള്ളത്തിലൊക്കെ ഇറങ്ങി എന്തായാലും ഞാൻ വെള്ളത്തിൽ എന്തായാലും തീർച്ചയായിട്ടും ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കരുതി കൂട്ടിയാണ് വന്നത് കേട്ടോ. അപ്പം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ഇറങ്ങാറില്ല അങ്ങനെ, പക്ഷേ ഇവിടെ എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിച്ച് വന്നതാണ് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്, ഇപ്പം എന്ന് വെച്ചാൽ നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റടിക്കണത് കൊണ്ട് നല്ല രസമായിരുന്നു. മുഖത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യണ പോലെയാണ് കാറ്റ് വരുമ്പോൾ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തിര നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് റീൽസ് ഗൈസ്. അപ്പോൾ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്ടത്, ഒരു സ്പോട്ടാണ്ടത്. അടിപൊളിയാണ്. പക്ഷേ നമ്മൾ വന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വെയിലത്താണ് നമ്മൾ വന്നേക്കണത്. അത് കുറച്ചും കൂടി വൈകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് കുറയും, വെയിലിൻ്റെ കാടിൻ്റെയൊക്കെ ഒന്ന് കുറയും. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് പോകാം. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും 133 അടി ഹൈറ്റുള്ള ആ ഒരു സ്റ്റാച്ചുവിലേക്ക് ഇന്ന് വരെയായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഒന്ന് അടുത്ത് പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ട്രിപ്പിലെങ്കിലും അത് പറ്റുമെന്ന് വിചാരിക്കണം ഗൈസ്. നമ്മൾ ആദ്യം നിന്ന സ്ഥലം കന്യാകുമാരിയിലെ ഒരു ദേവീ ക്ഷേത്രത്തിൻ്റെ സൈഡായിരുന്നു കേട്ടോ. സൈഡിലാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് അവിടെ നിന്നിട്ടാണ്. വേറൊരു രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടണത് മാങ്ങയാണ്. മാങ്ങ അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ലേ, ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചതിൽ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചായിരുന്നത്. ഒരു മാങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു 6 പീസോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് 20 രൂപയാണ്. അപ്പം ഞങ്ങൾ 2 എണ്ണം മേടിച്ചു. അപ്പോൾ തിരിച്ചു തരാനായിട്ട് അടുത്ത് ചേഞ്ച് ഉണ്ടായിരുന്നില്ല, 20 കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരെണ്ണം കൂടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ 10 രൂപ അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ അവർ ആ 10 രൂപ മേടിച്ചില്ല കേട്ടോ. ശരിക്കും നമ്മൾ മലയാളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിട്ട് അത് 10 രൂപ കൂട്ടി വെച്ചതാണ്. അത് പിന്നെയാണ് മനസ്സിലായത് നമുക്ക്. അതും രണ്ടും മേടിച്ച് നമ്മൾ കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ 10 രൂപ ഇല്ല എന്ന് പറഞ്ഞു, ഒരെണ്ണം കൂടി എടുത്തോളാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. ശരിക്കും അതിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വേറെ ടീമുകളൊക്കെ മേടിക്കണുണ്ടായപ്പോൾ നമുക്ക് മനസ്സിലായിട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ വെള്ളത്തിലിറങ്ങിയതിന് ശേഷം ഒരു ചേട്ടനും ഹസ്ബൻഡും വൈഫും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കരയിൽ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ചെരുപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അവരുടെ ചെരുപ്പ് തിരയടിച്ച് പോയിട്ട് ആ ചേട്ടൻ കുറേ അങ്ങോട്ട് ഇറങ്ങിയിട്ടും സാധനം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമെന്നുള്ളതുണ്ട്. 1-2 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിട്ടാണ് ഞാൻ ആ ചേട്ടനത് തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല, അങ്ങോട്ടേക്ക് ബോട്ടിങ് ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഭയങ്കര കടൽ, ഭയങ്കര തിരയൊക്കെയാണ് കൂടുതലാണെന്ന്. അവിടെയൊക്കെ വെള്ളം കയറിയെന്ന് പറഞ്ഞു നമ്മുടെ അടുത്തൊക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് കന്യാകുമാരി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ തിര കൂടുതലായതുകൊണ്ട് ബോട്ടിങ് ഇല്ല. അങ്ങോട്ട് പറയിട്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് ബീച്ച് വഴിയാണ് നടന്നു പോവാം കേട്ടോ. അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഒരു ചേട്ടൻ്റെ വൈഫിൻ്റെ ചെരുപ്പ് പോയി. അപ്പം അങ്ങനെ തീർത്തു കൊടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ കയറിയെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല, ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഗൈഡൊക്കെ വന്നിട്ട് നമ്മളോട് കയറാൻ പറഞ്ഞു. തിര നന്നായിട്ട് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ലെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ആ സ്റ്റാച്ചു കാണാനും തിരുവള്ളൂർ സ്റ്റാച്ചു കാണാനും അങ്ങോട്ട് ആ വിവേകാനന്ദ പാറയിലേക്കൊന്നും പോകാനായിട്ട് ഇന്നേ വരെയായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ എനിക്ക്. എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു തടസ്സങ്ങൾ വരാറുണ്ട് നമുക്ക്. അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടും നമുക്ക് പോകാൻ പറ്റില്ല. ഈ പ്രാവശ്യം തിര കൂടുതലുള്ളതുകൊണ്ട് ബോട്ട് സർവീസ് ഇല്ല. ബോട്ട് സർവീസ് തിരിച്ചു എനിക്ക് ഭയങ്കര അധികം സങ്കടമായി. പിന്നെ അവരുടെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ നടന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വന്നേക്കാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ബീച്ച് സൈഡിൽ നിന്ന് അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്ന കഴിയുമ്പോൾ കുറേ ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിനടുത്തുള്ള ഒരു ചായക്കടയിലാണ് കേട്ടോ നമ്മൾ കയറിയേക്കണേ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ചായ കിട്ടും. തമിഴ്നാട്ടിൽ ചെന്നാലും മെയിനായിട്ട് ഞാൻ ചായകളാണ് കുടിക്കുക കൂടുതലും. കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ചായ കിട്ടും. അത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റും കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ബജ്ജിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചായയും ബജ്ജിയാണ് നമ്മൾ കഴിക്കണേ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കണത്. അത്യാവശ്യം നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ അക്വേറിയത്തിൽ കിടക്കുന്ന മീനുകളാണ് കേട്ടോ. അല്ല, അതിനെ കൂട്ടത്തോട് ഇട്ടേക്കാണ്. ശ്വാസം മുട്ടി ചാവോന്ന് അറിയില്ല നമുക്ക്. പറയാൻ അവൻ ഐസ്ക്രീം ഒരു 3-4 കഴിച്ചിട്ടുണ്ടെന്ന് വന്നപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ബജ്ജി കഴിക്കുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ നമുക്ക്. അപ്പം സെജിൻ്റെ അനിയനെ ഒന്ന് ട്രെയിൻ കയറ്റി വിടാനുണ്ട്, അവന് കോളേജിലേക്ക് പോകാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും അറ്റത്തെ മുനമ്പിലാണല്ലോ നമ്മൾ നിൽക്കണേ. അതൊരു ഭയങ്കര വലിയൊരു ഫീലിംഗ് ആണ് കേട്ടോ അത്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ കന്യാകുമാരിയിലാണെങ്കിലും കന്യാകുമാരിയിലെ ഏറ്റവും അടുത്ത് കിടക്കണ ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയണത് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഏറ്റവും അടുത്തുള്ളൊരു സിറ്റി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളൊരു എയർപോർട്ടിൽ പോകണമെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ വരണം, തിരുവനന്തപുരത്ത് വന്നോട്ടാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഗാന്ധി മണ്ഡപത്തിൽ വന്നേക്കാണ്. ഗാന്ധി മണ്ഡപത്തിൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളാ തടുത്ത് നിർത്തി. അതായത് ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പാടില്ല, ചെരുപ്പ് നമ്മൾക്ക് പുറത്തിടാനും പാടില്ല. അതായത് മതിൽ കെട്ടുണ്ട്, അതിന് പുറത്തിടാനും പാടില്ല, പക്ഷെ അകത്ത് തന്നെ സൂക്ഷിക്കണം, ചെരുപ്പുകളൊക്കെ വെക്കണം. പക്ഷെ അതിന് 20 രൂപയാണ് ഈടാക്കണം കേട്ടോ. ഒരു പെയർ ചെരുപ്പ് അവിടെ സൂക്ഷിച്ച് വെക്കണതിന് 20 രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചു. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഒരു പെയർ അവിടെ വെക്കണതിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. അത് പിന്നീട് മനസ്സിലായേ. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. കടലിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ഏറ്റവും അറ്റത്തേക്ക് പോയില്ല. അവിടെ സൺസെറ്റ് കാണുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അധികം പോയില്ല. അവിടേക്ക് കുറേ നടന്ന് പോകണം. പിന്നെ ചെറിയ പയ്യനുള്ളത് കൊണ്ട് ഇതിൻ്റെ ടവറിൻ്റെ മുകളിലേക്കൊക്കെ കയറണ്ടേ, അപ്പോൾ അതുകൊണ്ട് പോയില്ല. ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ നിന്നാലും സൺസെറ്റ് കാണാറുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.